എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത് ബേസിക് കമ്പോണൻസ് ഓഫ് എ സി പ്രോഗ്രാം, അതായത് ക്യാരക്ടർ സെറ്റ്, കീവേഡ്, വേരിയബിൾസ്, ഐഡൻറ്റിഫയേഴ്സ്, ഡാറ്റ ടൈപ്സ്, കോൺസ്റ്റൻസ് എക്സെട്ര. നമ്മൾ ഒരു നാച്ചുറൽ ലാംഗ്വേജ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം ആശയവിനിമയം നടത്താൻ അഥവാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഷകളായ മലയാളം, ഇംഗ്ലീഷ് പോലുള്ള നാച്ചുറൽ ലാംഗ്വേജസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ആദ്യം ആൽഫബറ്റ്സ്, നമ്പേഴ്സ് പഠിക്കും. അതിനുശേഷം ഈ ആൽഫബറ്റ്സും നമ്പേഴ്സും ഉപയോഗിച്ച് നമ്മൾ ഓരോ മീനിങ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടാക്കും, വാക്കുകൾ ഉണ്ടാക്കും. ഈ മീനിങ് ആയ വാക്കുകൾ വെച്ച് മീനിങ് ആയിട്ടുള്ള വാക്യങ്ങൾ അഥവാ സെൻറ്റൻസസ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെയാണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും. ഈ ആൽഫബറ്റ്സിനെയും നമ്പേഴ്സിനെയും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ക്യാരക്ടർ സെറ്റായി നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ സ്പെഷ്യൽ മീനിങ്സ് ഉള്ള, അതായത് മീനിങ് ആയിട്ടുള്ള വേർഡ്സിനെ നമ്മൾക്ക് കീവേഡ്സായി കണക്കാക്കാം. ഈ മീനിങ് ആയിട്ടുള്ള വേർഡ്സ് വെച്ച് നമ്മൾ ഓരോ ഗ്രാമർ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് പോലെ തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഈ കീവേഡ്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ്, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അഥവാ സിൻടാക്സ് ഉണ്ടാക്കാം. ആ സിൻടാക്സ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ പ്രോഗ്രാമിംഗ് കോഡ് എഴുതുന്നത്. ഒരു നാച്ചുറൽ ലാംഗ്വേജിൻ്റെ വൊക്കാബുലറി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ വൊക്കാബുലറി വളരെ ചെറുതാണ്. ഇനി നമ്മൾക്ക് ക്യാരക്ടർ സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. ക്യാരക്ടർ സെറ്റ് ക്യാപിറ്റൽ ലെറ്റേഴ്സായ എ, ബി, സി, ഡി അപ് ടു ക്യാപിറ്റൽ ഇസഡ്, സ്മോൾ ലെറ്റേഴ്സായ എ, ബി, സി, ഡി അപ് ടു സ്മോൾ ഇസഡ്, ഡിജിറ്റ്സ് ഫ്രം 0 to 9, പിന്നെ കുറച്ച് സ്പെഷ്യൽ സിമ്പിൾസായ ഹാഷ്, കോളൻ, ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ സിമ്പിൾ, സെമി കോളൻ, ലെസ് ദാൻ സിമ്പിൾ, പ്ലസ്, മൈനസ്, ആസ്റ്ററിസ്ക്. ഇവയാണ് ക്യാരക്ടർ സെറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഓരോരോ സിമ്പിൾസ്. ഇനി നമ്മൾക്ക് കീവേഡ് എന്താണെന്ന് മനസ്സിലാക്കാം. കീവേഡ് നമ്മൾ സി പ്രോഗ്രാമിൽ ഉദ്ദേശം ഏകദേശം 32 കീവേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക അർത്ഥമുള്ള, അതായത് ആ വേർഡ്സിന് ഓൾറെഡി കുറച്ച് അർത്ഥങ്ങളുണ്ട്, ആ വേർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആണ്. അതായത് ആ കീവേഡ്സ് നമ്മൾ ഒരു പ്രോഗ്രാമിംഗ് കോഡിൽ യൂസ് ചെയ്യുമ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അഥവാ ആ കീവേഡ് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് കമ്പൈലറിനോട് പറയേണ്ട ആവശ്യകതയില്ല. ആ വേർഡ്സ് ഒരു പ്രോഗ്രാം കോഡിൽ കണ്ടു കഴിയുമ്പോൾ തന്നെ കമ്പൈലറിന് ആ വേർഡ് കൊണ്ട് ഇന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് ഇൻറ്റ്, ഫ്ലോട്ട്, ഡു, വൈൽ, ഈനം, സ്ട്രക്ട് ഇവയൊക്കെ കീവേഡ്സ് ആണ്. കീവേഡ്സ് വെച്ച് മാത്രമേ നമുക്കൊരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ ആവില്ല. കീവേഡ്സിന് പുറമെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ചില വേർഡ്സാണ് ഐഡൻറ്റിഫയേഴ്സ്. ഈ ഐഡൻറ്റിഫയേഴ്സും കീവേഡ്സും ചേർന്ന് കഴിഞ്ഞ് മീനിങ് ആയിട്ടുള്ള ഒരു സിൻടാക്സ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ സിൻടാക്സ് വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം കോഡ് എഴുതുന്നത്. നമ്മൾക്കിനി ഐഡൻറ്റിഫയേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കാം. വേരിയബിൾസ്, കോൺസ്റ്റൻസ്, ഫങ്ഷൻസ്, അറേ, പോയിൻറ്റേഴ്സ്. ഇതിൽ അവസാനം 3 പറഞ്ഞ ഫങ്ഷൻസ്, അറേസ്, പോയിൻറ്റേഴ്സ് ഇതിനെപ്പറ്റി നമ്മൾ അപ്കമിങ് വീഡിയോസിൽ ഡീറ്റെയിൽഡായി പറയുന്നതാണ്. ആദ്യം നമ്മൾക്ക് വേരിയബിൾസും കോൺസ്റ്റൻസും എന്താണെന്ന് മനസ്സിലാക്കാം. വേരിയബിൾസ് ഏതൊരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലും നമ്മൾക്ക് ചില ഡേറ്റാസ് അഥവാ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യേണ്ടതായി വരാറുണ്ട്. ഉദാഹരണത്തിന് നമ്മളൊരു ബാങ്കിൻ്റെ കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് ഹോൾഡറിൻ്റെ പേര്, ബാലൻസ് ഇവയെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതായുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു പ്രോഗ്രാം കോഡ് എഴുതുമ്പോൾ അതിൽ ചില ഇൻഫർമേഷൻ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ഒരു ആവശ്യകത വന്നേക്കാം. അത് നമ്പർ ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ആവാം. അപ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് വേരിയബിൾസ്. എല്ലാ മെഷീൻസിനും ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വേരിയബിൾ മെമ്മറി ലൊക്കേഷനിലാണ് പോയി സ്റ്റോർ ആവുന്നത്. നമ്മളൊരു ക്ലാസ് റൂം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് വരുന്ന ഒരു കുട്ടി, അവന് അല്ലെങ്കിൽ അവൾക്ക് യാതൊരുവിധ റെസ്ട്രിക്ഷൻസ് ഇല്ലെങ്കിൽ ഏതൊരു സീറ്റിൽ വേണമെങ്കിലും പോയിരിക്കാവുന്നതാണ്. ചിലപ്പോൾ എല്ലാ ദിവസവും ഒരേ സീറ്റിൽ തന്നെ ഇരിക്കണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെയാണ് ഈ വേരിയബിൾസിൻ്റെ കാര്യവും.
അതായത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വേരിയബിൾസ് ഈ മെമ്മറി ലൊക്കേഷനിൽ ഏത് ലൊക്കേഷനിൽ പോയി വേണമെങ്കിലും സ്റ്റോർ ആവാവുന്നതാണ്. ഓരോ ലൊക്കേഷനും ഓരോ സ്പെസിഫിക് അഡ്രസ്സ് ഉണ്ട്. ഉദാഹരണത്തിന് 128 512 1024 5098 10182. നമ്മൾക്ക് ഓരോ മെമ്മറി അഡ്രസ്സും പോസിറ്റീവ് ഇൻറ്റിജർ വാല്യൂസായി കണക്കാക്കാം. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ 55 എന്ന് പറഞ്ഞൊരു നമ്പർ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഈ മെമ്മറി ലൊക്കേഷനിൽ എവിടെ വേണമെങ്കിലും പോയി ഈ 55ന് സ്റ്റോർ ചെയ്യാം. അതേസമയം നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇൻറ്റ് എ സെമിക്കോളൻ, ഇവിടെ ഇൻറ്റ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പാണ്, അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽഡായി ഇപ്പോൾ തന്നെ പറയുന്നതാണ്. എ ആണ് ഇവിടെ വേരിയബിളിൻ്റെ പേര്. ഇൻറ്റ് എ എന്ന് പറഞ്ഞ് ഞാൻ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരു ഇൻറ്റിജർ വാല്യൂ ആയ എ സ്റ്റോർ ചെയ്യാൻ ഒരു സ്പെസിഫിക് ലൊക്കേഷൻ മെമ്മറി കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ലൊക്കേഷനെ എനിക്ക് എ എന്ന പേര് വെച്ച് ആക്സസ് ചെയ്യാം. അതായത് ഞാനിപ്പോൾ എ = 55 എന്ന വാല്യൂ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മെമ്മറി ലൊക്കേഷനിൽ എവിടെ വേണമെങ്കിലും പോയി ഈ 55ന് സ്റ്റോർ ആവാം. പക്ഷേ എ എന്ന വേരിയബിളിലേക്കാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അത് ആക്സസ് ചെയ്യാൻ എനിക്ക് printf ഓഫ് എ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ എയിൽ സ്റ്റോർ ആയിരിക്കുന്ന വാല്യൂ എനിക്ക് ലഭിക്കുന്നതാണ്. അതായത് വേരിയബിൾ ഒരു നെയിംഡ് മെമ്മറി ലൊക്കേഷനാണ്. അടുത്തതായി കോൺസ്റ്റൻസ്. പേര് പോലെ തന്നെ ഇതിൻ്റെ വാല്യൂ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. നമ്മളൊരു പ്രോഗ്രാം കോഡ് എഴുതുമ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ വാല്യൂ, അതായത് അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് ഒന്നിൽ കൂടുതൽ തവണ യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കോൺസ്റ്റൻ്റ് ഡിക്ലെയർ ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. ഉദാഹരണത്തിന് പൈ = 3.14159265 അങ്ങനെ പോവും. അപ്പോൾ നമ്മൾക്ക് ഒരു പ്രോഗ്രാം കോഡ് എഴുതുമ്പോൾ ഈ പൈയുടെ വാല്യൂ ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾക്ക് എല്ലാ സ്ഥലത്തും ഈ 3.14159265 എന്നീ വലിയ വാല്യൂ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടാവും. അങ്ങനെയുള്ളൊരു കേസിൽ നമ്മൾക്ക് ഈ പൈയുടെ വാല്യൂ ഒരു കോൺസ്റ്റൻറ്റിലേക്ക് അസൈൻ ചെയ്തിട്ട് ആ കോൺസ്റ്റൻറ്റിൻ്റെ പേര് നമ്മൾക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യണോ അവിടെയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഡാറ്റ ടൈപ്സ്. ഡാറ്റ ടൈപ്സ് 3 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: പ്രിമിറ്റീവ്, ഡിറൈവ്ഡ്, യൂസർ ഡിഫൈൻഡ്. പ്രിമിറ്റീവിൽ ഇൻറ്റ്, ക്യാരക്ടർ, ഫ്ലോട്ട്, ഡബിൾ അങ്ങനെ പോവും. ഡിറൈവ്ഡിൽ അറേയ്സ്, സ്ട്രിങ്സ്, പോയിൻറ്റേഴ്സ്, ഫങ്ഷൻസ് അങ്ങനെ പോവും. യൂസർ ഡിഫൈൻഡിൽ സ്ട്രക്ചർ, യൂണിയൻ, ടൈപ്പ് ഡെഫ്, ഈനം എക്സെട്ര. നമ്മൾ ഏതൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോഴും ആദ്യം അതിൻ്റെ ഡാറ്റ ടൈപ്പ് പരാമർശിച്ചിട്ടാണ് ഐഡൻറ്റിഫയറിൻ്റെ അഥവാ വേരിയബിളിൻ്റെ പേര് കൂടെ കൊടുക്കുന്നതെന്ന് ഞാൻ മുന്നേ പറയുകയുണ്ടായി. ഉദാഹരണത്തിന് ഇൻറ്റ് നം സെമിക്കോളൻ. ഇവിടെ നം എന്നത് വേരിയബിളിൻ്റെ പേരാണ്, ഇൻറ്റ് എന്നത് ഡാറ്റ ടൈപ്പാണ്. അതായത് ടൈപ്പ് ഓഫ് ഡാറ്റ അഥവാ എന്ത് തരം വാല്യൂ ആണ് നമ്മൾ ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ ആ ഡാറ്റ ടൈപ്പ് സൂചിപ്പിക്കുന്നു. ഇവിടെ ഇൻറ്റ് നം എന്ന് ഞാൻ പറയുകയുണ്ടായി. ഇൻറ്റ് എന്നത് ഇൻറ്റിജർ ടൈപ്പിനെ സൂചിപ്പിക്കുന്നു. അതായത് ഞാനിപ്പോൾ നമ്മിലേക്ക് എനിക്ക് 4, -16 അങ്ങനെയുള്ള ഇൻറ്റിജർ വാല്യൂസ് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അതേസമയം 16.73 എന്നൊരു ഡെസിമൽ നമ്പറിന് എനിക്ക് ഒരിക്കലും ഈ നമ്മിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജറാണ്. അവിടെയാണ് നമ്മൾ ഫ്ലോട്ട് ഉപയോഗിക്കുന്നത്. ഫ്ലോട്ടിലേക്ക് നമ്മൾക്ക് ഡെസിമൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇനി അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിനെ പറ്റിയെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ്സ് വഴി ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുക. താങ്ക് യു.